ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒരു ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി ഒരു ബാങ്കിൽ നിന്ന് എടുക്കുകയാണെങ്കിൽ അതിന് ഗുണങ്ങളും ദോഷങ്ങളുമാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ ഒരു ഓൺലൈൻ പോളിസിയുടെ മെറിറ്റും ഡിമെറിറ്റും സംസാരിച്ചിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ ബാങ്കിൻ്റെ പോളിസിയെക്കുറിച്ച് സംസാരിക്കുന്നത്. മിക്കവാറും എല്ലാ ബാങ്കിനും തന്നെ ഏതെങ്കിലും ഒരു ഇൻഷുറൻസ് കമ്പനിയുടെ ടൈപ്പ് ഉണ്ടായിരിക്കും. അവരുടെ ഇൻഷുറൻസ് ആണ് ആ ബാങ്ക് വിൽക്കുന്നത്. അപ്പോൾ അവരുടെ പോളിസിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ മിക്കവാറും തന്നെ ഗ്രൂപ്പ് പോളിസി ആയിരിക്കും. ഗ്രൂപ്പ് പോളിസിയിൽ ഒരുപാട് ആളുകൾ അടങ്ങുന്ന ഒരു ഗ്രൂപ്പായിരിക്കും. അപ്പോൾ അതിനാൽ തന്നെ അതിൽ പ്രീമിയം വളരെ കുറവായിരിക്കും. അപ്പോൾ പ്രീമിയം കുറവ് എന്ന് പറയുന്ന ഒരു ബെനിഫിറ്റാണ് അതിലുള്ളത്. അതിൻ്റെ മെറിറ്റ് എന്ന് പറയുന്നത് അതാണ് ഏറ്റവും പ്രധാനം. ഇതിൻ്റെ ഡീമെറിറ്റ് എന്ന് പറയുന്നത് ഒന്നാമത്തെ കാര്യം ഈ ഗ്രൂപ്പ് ആയതുകൊണ്ട് തന്നെ നമുക്കത് പോർട്ട് ചെയ്യാനുള്ള സംവിധാനം ഉണ്ടാവില്ല. ഇപ്പോൾ സാധാരണ നമ്മളെടുക്കുന്ന സാധാരണ പോളിസികൾ നമുക്ക് ആ ഇൻഷുറൻസ് കമ്പനിയുടെ സേവനം തൃപ്തികരമല്ലെങ്കിൽ അല്ലെങ്കിൽ ഇതേ പ്രീമിയത്തിൽ ഇതിനേക്കാൾ കൂടുതൽ ഫീച്ചേഴ്സ് ഉള്ള വേറൊരു പോളിസി അപ്പുറത്ത് കാണുന്ന സമയത്ത് നമുക്കിവിടെ പോർട്ട് ചെയ്യാൻ ഈ പോളിസിയിൽ സാധ്യത കുറവാണ്. രണ്ടാമത് വരുന്നത് നമ്മൾ നാളെ ഈ അക്കൗണ്ട് ബാങ്കിൻ്റെ അക്കൗണ്ട് നമ്മൾ ക്ലോസ് ആയി, അതോടെ ആ പോളിസി ക്യാൻസൽ ആകും. മൂന്നാമത് നമുക്കൊരു ക്ലെയിം വരുന്ന സമയത്ത് നമുക്ക് ആശുപത്രിയിൽ നമുക്ക് എന്തെങ്കിലും ആവശ്യത്തിന് വിളിക്കാനായിട്ട് നമുക്കറിയാത്ത ഏതോ ഒരു നമ്പർ നമ്മുടെ കയ്യിൽ ഉണ്ടാകുക, അല്ലെങ്കിൽ ഒരു ടോൾ ഫ്രീ നമ്പർ ഉണ്ടാകുക. പക്ഷേ നിങ്ങൾ അഡ്വൈസർ മുഖാന്തരം എടുക്കുന്ന സമയത്ത് അഡ്വൈസറുടെ നമ്പർ ഉണ്ടായിരിക്കും, എന്ത് സംശയം വേണമെങ്കിൽ ആളോട് ചോദിക്കാൻ പറ്റും. അടുത്തായിട്ട് ഒരു റീഇംബേഴ്സ്മെൻറ്റ് വരികയാണെങ്കിൽ റീഇംബേഴ്സ്മെൻറ്റ് വരുന്ന സമയത്ത് അതിൻ്റെ ബില്ലും സാധനങ്ങളൊക്കെ ഏൽപ്പിക്കാൻ ഒരു അഡ്വൈസർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവരെ ഏൽപ്പിക്കാൻ പറ്റും. ഇത് നമ്മൾ ബാങ്കിൽ കൊണ്ടുപോയി കൊടുത്ത ബാങ്ക് പറയും മിക്കവാറും ഇൻഷുറൻസ് കമ്പനികളോട് കൊടുക്കാൻ പറയും. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും തന്നെ നമുക്ക് ഒരു അഡ്വൈസർ മുഖാന്തരം എടുക്കുന്ന പോളിസിയിൽ നമുക്ക് സർവീസ് നമുക്ക് കൂടുതലായിരിക്കും, പ്രീമിയം അല്പം കൂടുതലായാലും സേവനം നമുക്ക് കൃത്യമായിരിക്കും. അപ്പോൾ എൻ്റെ പേര് ഞാൻ നേരത്തെ പറഞ്ഞ ആൻ്റണി തോമസ്, ഇൻഷുറൻസ് അഡ്വൈസറാണ്. കഴിഞ്ഞ 25 വർഷത്തിലധികമായി ഞാൻ ഇൻഷുറൻസ് മേഖലയിൽ ബിസിനസ് ചെയ്യും. LIC, നാഷണൽ ഇൻഷുറൻസ്, യുണൈറ്റഡ് ഇന്ത്യ ഇൻഷുറൻസ്, സ്റ്റാർ ഹെൽത്ത്, ഈ 4 കമ്പനിയുടെ ബിസിനസ്സാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇൻഷുറൻസ് സംബന്ധമായിട്ട് നിങ്ങൾക്ക് ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാനോ LIC എടുക്കാനോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് എന്ത് സംശയത്തിനും നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം. എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ താഴെ ഇട്ടിട്ടുണ്ട്. നിലവിൽ ഹെൽത്ത് ഇൻഷുറൻസിനെ കുറിച്ച് ഞാൻ ഇതിൽ വീഡിയോ ചെയ്തിട്ടുണ്ട്, വാഹന ഇൻഷുറൻസിനെ കുറിച്ച് വീഡിയോ ചെയ്തിട്ടുണ്ട്, LIC കുറിച്ച് വീഡിയോ ചെയ്തിട്ടുണ്ട്. ഒരു വാഹനത്തിന് അപകടം സംഭവിച്ചാൽ എന്ത് ചെയ്യണം, വാഹനം ഒരാളെ ഇടിച്ചു അത് നമ്മൾ എന്ത് ചെയ്യണം, അതേപോലെ ഒരു ആശുപത്രി നമ്മൾ അഡ്മിറ്റ് ആയി കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, അങ്ങനെ പറയുന്ന നിരവധി വീഡിയോ നമ്മളിതിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വളരെ യൂസ്ഫുള്ളാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് എന്താവശ്യം നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം. എൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക് ഒരു വോയിസ് ഇടുക. ആ വോയിസ് ഇടുന്ന സമയത്ത് നിങ്ങളുടെ പേര്, ഡേറ്റ് ഓഫ് ബർത്ത്, നിങ്ങളുടെ സ്ഥലം ഇത് നിങ്ങൾ മെൻഷൻ ചെയ്തുകൊണ്ട് ഒരു വോയിസ് ഇട്ട് കഴിഞ്ഞാൽ ഞാൻ മറുപടി തരുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോ നമ്മൾ ചെയ്യുന്നൊരു എംപ്ലോയി പോളിസിയാണ്. അതായത് ഒരു എംപ്ലോയിക്ക് എടുത്തു കൊടുക്കുന്ന ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി, അതിനെക്കുറിച്ചാണ് നമ്മൾ അടുത്ത വീഡിയോ തരുന്നത്. അപ്പോൾ അതുവരെ ഏവർക്കും ഗുഡ് ബൈ.